നമുക്ക് അമൃതം പൊടിയും കൊണ്ട് ഒരു കുറുക്കാക്കാം. എനിക്കും ഇഷ്ടമാണ്, എൻ്റെ അനിയനും ഇഷ്ടമായത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്ക്. ആദ്യം നമ്മൾ 2 സ്പൂൺ അമൃതം പൊടി ഇടും. ആദ്യം ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ഇത് പേസ്റ്റ് ആക്കും. ഇതാ നോക്കിക്കോ, ഇങ്ങനെ. കൂടുതലാവല്ലേ. എൻ്റെ അനിയനെ തീരെ മെലിഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ പാലൊക്കെ ആക്കുമ്പോൾ കുറച്ചേ അവന് വെള്ളം ചേർക്കുകയേ ഇല്ല. അത് ഞാൻ ഈ നെയ്യൊക്കെ കൂട്ടി അവന് നല്ല പരുവത്തിലാക്കി കൊടുക്കും. ദാ ഇങ്ങനെ നോക്കിക്കോ. ഇത് കണ്ടോ, ഇപ്പൊ ആ കട്ടപ്പരുവൊക്കെ മാറി നല്ല പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ പാലൊന്നെടുത്ത് ഒഴിക്കും. അതെ, എൻ്റെ അനിയൻ മെലിഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ഒഴിക്കും. കുറച്ച് മതി കേട്ടോ. നമ്മൾ ഇതിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, അമൃതം പൊടിയിൽ പഞ്ചസാരയുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. തീ കുറച്ചേ വെക്കാവുള്ളൂ കേട്ടോ. നമ്മളിനി നല്ലോണം ഇളക്കണം. കട്ട പിടിക്കല്ലേ, കട്ട പിടിക്കാതെ നല്ലവണ്ണം ഇളക്കണം. എൻ്റെ അനിയനെ ഈ കുറുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഇത് നന്നായി കുറുകി വരുന്നുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. ഈ പരുവത്തിലാണ് കേട്ടോ ഞാൻ എൻ്റെ അനിയനെ കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് എൻ്റെ അനിയൻ കൂട്ടൻ്റെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കണ്ടോ, ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന കുറുക്ക്. എല്ലാവർക്കും ഇഷ്ടമായോ? എൻ്റെ അനിയന്മാവ് ഉണങ്ങോ നോക്കട്ടെ. ബൈ.